ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കുന്ന പ്രിയരെ, ലൂക്കായുടെ സുവിശേഷം 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള 4 ഓപ്ഷൻസോടുകൂടിയ പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. എല്ലാവർക്കും ലഭിച്ച സ്കോർ താഴെ രേഖപ്പെടുത്തണേ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത്? ശരിയുത്തരം ഡി, കടുകുമണിയോളം. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക, അവൻ എന്തു ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്നാണ് യേശു പറഞ്ഞത്. ശരിയുത്തരം ബി, പശ്ചാത്തപിച്ചാൽ. യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ച ആരോടാണ് നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞത്? ശരിയുത്തരം എ, കുഷ്ഠരോഗികളോട്. പ്രത്യക്ഷമായ അടയാളങ്ങളോടെ അല്ല എന്തു വരുന്നത് എന്നാണ് യേശു ഫരിസേയരോട് മറുപടിയായി പറഞ്ഞത്? ശരിയുത്തരം സി, ദൈവരാജ്യം. ആര് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചത്? ശരിയുത്തരം ബി, ലോത്ത്. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിലെ ന്യായാധിപനെ കർത്താവ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ശരിയുത്തരം സി, നീതിരഹിതനായ ന്യായാധിപൻ. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമ? ശരിയുത്തരം എ, ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. ആരെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ശരിയുത്തരം ഡി, ശിശുവിനെ പോലെ. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചതാര്? ശരിയുത്തരം സി, ഒരു അധികാരി. ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്നാണ് യേശു പറഞ്ഞത്? ശരിയുത്തരം ധനികൻ. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായം, വാക്യം. ശരിയുത്തരം ഡി, 18-ാം അധ്യായം 14-ാം വാക്യം. സക്കേവൂസ്, കർത്താവെ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയായി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? ശരിയുത്തരം ഡി, 4 ഇരട്ടി. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭുവിൻ്റെ പിന്നാലെ ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി പ്രതിനിധി സംഘത്തെ അയച്ചതാര്? ശരിയുത്തരം എ, അവൻ്റെ പൗരന്മാർ. 10 നാണയങ്ങളുടെ ഉപമയിൽ നീ കർക്കശനും
വയ്ക്കാത്തതെടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞ ഭൃത്യനോട് രാജപദവി സ്വീകരിച്ചു തിരിച്ചു വന്ന പ്രഭു, എന്തുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കുമെന്നാണ് പറഞ്ഞത്. ശരിയുത്തരം സി, നിന്റെ വാക്കുകൊണ്ട് തന്നെ. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് യേശുക്രിസ്തു ആരോടാണ് പ്രതിവചിച്ചത്? ശരിയുത്തരം ബി, ചില ഫരിസേയരോട്. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഏതു പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞത്? ശരിയുത്തരം സി, ജെറുസലേം. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കിയപ്പോൾ അവരോട് എൻ്റെ ആലയം ഡാഷ് എന്നെഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശരിയുത്തരം ഡി, പ്രാർത്ഥനാലയം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും നൽകിയ മറുപടി എന്തായിരുന്നു? ശരിയുത്തരം എ, എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ സീസറിനു നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ശരിയുത്തരം ബി, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. മുൾപടർപ്പിങ്കൽ വച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നതാര്? ഉത്തരം ബി, മോശ. ആരാണ് സങ്കീർത്തന പുസ്തകത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞത്? ശരിയുത്തരം എ, ദാവീദ്. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ശരിയുത്തരം ബി, നിയമജ്ഞരെക്കുറിച്ച്. ദരിദ്രയായ വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്തിനുള്ള വക മുഴുവനും ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ശരിയുത്തരം സി, ഉപജീവനത്തിനുള്ള. ക്ലേശങ്ങളുടെ കാലത്ത് നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്തെല്ലാം നിങ്ങൾക്കു ഞാൻ നൽകും എന്നാണ് യേശു പറഞ്ഞത്? ശരിയുത്തരം ബി, വാക്ചാതുരിയും ജ്ഞാനവും. ഏതു ദിവസങ്ങളിലാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതമെന്ന് യേശു പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം സി, എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനു മുന്നോടിയായി എവിടെയെല്ലാം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം എ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ എന്തു ചെയ്തുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്?
ശരിയുത്തരം ഡി. സദാ പ്രാർത്ഥിച്ചുകൊണ്ട്. യൂദാസിൽ സാത്താൻ പ്രവേശിച്ചപ്പോൾ അവൻ ആരെയെല്ലാം സമീപിച്ചാണ് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? ശരിയുത്തരം എ. പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. ശിഷ്യന്മാരോടൊപ്പം പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല കണ്ടെത്തുന്നതിനായി യേശു ഏതെല്ലാം ശിഷ്യന്മാരെയാണ് അയച്ചത്? ശരിയുത്തരം സി. പത്രോസിനെയും യോഹന്നാനെയും. യേശുക്രിസ്തു ശിഷ്യരോട് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ആരെപ്പോലെയും ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. ശരിയുത്തരം എ. ശുശ്രൂഷകനെ പോലെയും. ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് കർത്താവ് പറഞ്ഞത് ആരോട്? ശരിയുത്തരം സി. ശിമയോൻ പത്രോസിനോട്. ഞാൻ നിങ്ങളെ എന്തെല്ലാം ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്നാണ് യേശുക്രിസ്തു ശിഷ്യരോട് ചോദിച്ചത്. ശരിയുത്തരം ഡി. മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ. നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് യേശു ശിഷ്യരോട് പറഞ്ഞത് എവിടെ വെച്ചാണ്? ശരിയുത്തരം ഡി. ഗെത്സെമനിയിൽ വെച്ച്. യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കാനായി വന്നപ്പോൾ യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ ഛേദിച്ച ആരുടെ വലത് ചെവിയാണ് യേശു തൊട്ട് സുഖപ്പെടുത്തിയത്? ശരിയുത്തരം സി. പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ. യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞതാര്? ശരിയുത്തരം എ. യേശുവിന് കാവൽ നിന്നിരുന്നവർ. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം എന്തു ചോദിച്ചപ്പോഴാണ് യേശു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്തിരിക്കും എന്ന് പറഞ്ഞത്? ശരിയുത്തരം എ. നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. നീ യഹൂദരുടെ രാജാവാണോ എന്ന് യേശുക്രിസ്തുവിനോട് ചോദിച്ചതാര്? ശരിയുത്തരം ബി. പീലാത്തോസ്. പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് യേശുവിനെ കൊണ്ടുപോയ സംഘം യേശുവിൻ്റെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ എന്തെല്ലാം? ശരിയുത്തരം സി. 1, 2, 3. അതായത് ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. ഹെറോദേസ് ആരോട് ചേർന്നാണ് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തത്? ശരിയുത്തരം ബി. പടയാളികളോട് ചേർന്ന്. പട്ടണത്തിൽ നടന്ന എന്തിനെല്ലാം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബാസ്?
ശരിയുത്തരം ബി. കലാപത്തിനും കൊലപാതകത്തിനും. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ യേശുവിൻ്റെ പുറകെ കുരിശു ചുമന്നു കൊണ്ടുവരാൻ നിർബന്ധിച്ച ശിമയോൻ ഏതു ദേശക്കാരനായിരുന്നു? ശരിയുത്തരം എ. കിറേനേക്കാരൻ. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന യേശുവിനെക്കുറിച്ച് പറഞ്ഞതാര്? ശരിയുത്തരം സി. പ്രമാണികൾ. ശത്രുതയിലായിരുന്ന ഹേറോദേസും പീലാത്തോസും എപ്പോൾ മുതലാണ് സ്നേഹിതന്മാരായത്? ശരിയുത്തരം ഡി. ഹേറോദേസ് യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് അയച്ചതിനു ശേഷം. യേശുവിൻ്റെ മരണസമയത്തെ സംഭവങ്ങൾ കണ്ടുകൊണ്ട് അവൻ്റെ പരിചയക്കാരും മറ്റാരുമാണ് അകലെ നിന്നിരുന്നത്? ശരിയുത്തരം സി. ഗലീലിയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ. യേശുവിൻ്റെ കല്ലറയിങ്കൽ നടന്ന സംഭവങ്ങൾ സ്ത്രീകൾ തിരിച്ചുവന്ന് 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചപ്പോൾ പത്രോസ് ചെയ്തതെന്ത്? ശരിയുത്തരം എ. കല്ലറയിങ്കലേക്ക് ഓടി. യേശുവിൻ്റെ പുനരുദ്ധാന ദിവസം ജെറുസലേമിൽ നിന്ന് അകലെയുള്ള ഏതു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്ന 2 ശിഷ്യർക്കാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്? ശരിയുത്തരം ഡി. എമ്മാവൂസ്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും എവിടെ തന്നെപ്പറ്റി എഴുതിയിരുന്നതെല്ലാമാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർക്ക് യേശു വ്യാഖ്യാനിച്ചു കൊടുത്തത്. ശരിയുത്തരം ബി. വിശുദ്ധ ലിഖിതങ്ങളിൽ. ഉദ്ധിതനായ യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി അവരോട് ആദ്യം പറഞ്ഞതെന്ത്? ശരിയുത്തരം ഡി. നിങ്ങൾക്കു സമാധാനം. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. എപ്പോൾ വരെ നഗരത്തിൽ തന്നെ വസിക്കുവനെന്നാണ് ഉദ്ധിതനായ യേശു ശിഷ്യരോട് പറഞ്ഞത്. ശരിയുത്തരം സി. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ. യേശു ശിഷ്യരെ എവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെയാണ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്? ശരിയുത്തരം ഡി. ബഥാനിയ. എല്ലാവർക്കും ലഭിച്ച സ്കോറ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു.